ഹായ് നമസ്കാരം എല്ലാവർക്കും അനൂസ് ഫുഡ് വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു അവിയലിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നോക്കാനായിട്ട് പോകുന്നത്. ഓണം സ്പെഷ്യലായിട്ട് വളരെ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന നല്ല രുചികരമായിട്ടുള്ളൊരു അവിയലാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കിയെടുക്കുന്നത്. കുക്കറിലാണ് ഈ ഒരു റെസിപ്പി ചെയ്യുന്നത്. എല്ലാം കൂടി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വളരെ വേഗത്തിൽ തന്നെ ഒറ്റ വിസിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാനും കൂടെ ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ നമ്മുടെ കുക്കറിൽ ഒറ്റ വിസിലിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഈ ഒരു അവിയൽ തയ്യാറാക്കാനായിട്ട് ഞാനിതിലേക്ക് എടുത്തിരിക്കുന്ന പച്ചക്കറികൾ ആദ്യം തന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം കേട്ടോ. ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ് ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഒരു 6-7 പയറാണ് എടുത്തിട്ടുള്ളത്. പയറിന് പകരം നമുക്ക് ബീൻസോ അല്ലെങ്കിൽ കൊത്തമരക്കോ ചേർക്കാം കേട്ടോ. അപ്പോൾ ഇതിലെടുത്തിരിക്കുന്ന വെജിറ്റബിൾസൊക്കെ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് കനം കുറച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. തീരെ അങ്ങ് കനം കൂടിപ്പോവരുത്. ചെറിയ പീസ് മത്തങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു ചെറിയ പീസ് പടവലങ്ങ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്തെ തൊലിയും ഉള്ളിലത്തെ കുരു എല്ലാം കളഞ്ഞിട്ട് ഒരു ചെറിയ പീസാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് കുമ്പളങ്ങയാണ്. കുമ്പളങ്ങയ്ക്ക് പകരം നമുക്ക് വേണമെങ്കിൽ വെള്ളരിക്ക ഉപയോഗിക്കാം കേട്ടോ. അതിലേതെങ്കിലും ഒന്നും എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള 2 മുരിങ്ങയ്ക്ക് അതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ ഒരെണ്ണം എടുത്താലും മതിയാവും. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് വഴുതനങ്ങയാണ്. കത്തിരിക്ക ആയാലും കുഴപ്പമൊന്നുമില്ല. വഴുതനങ്ങ കത്തിരിക്ക ഏതെങ്കിലും ഒന്ന് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രക്കായയാണ്. അതും ഒരു ചെറിയ പീസ് എടുത്തിട്ടുള്ളൂ. ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുക്കറിൽ തയ്യാറാക്കുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മൾ അധികം വേവുള്ള വെജിറ്റബിൾസ് എടുത്തിട്ടില്ല കേട്ടോ. അതായത് നമ്മൾ ചേനയൊക്കെ പോലെയുള്ള കഷ്ണങ്ങൾ എടുക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പം ഒറ്റ വിസിലിൽ ചെയ്യാനായിട്ട് ഈ ഒരു രീതിയിൽ പെട്ടെന്ന് വേവുന്ന വെജിറ്റബിൾസ് എടുക്കാനായിട്ട് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നമ്മളിതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇതുപോലെ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നമ്മളെ 2-3 ഐറ്റംസൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്താണോ അതെല്ലാം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ കീറിയത് ചേർക്കുന്നുണ്ട്. കൂടെ തന്നെ ഒരു 1-1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ഒരു അരപ്പാണ്. ഈ ഒരു അരപ്പ് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള നാളികേരത്തിൻ്റെ ഒരു പകുതി ചിരകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകവും ഒരു 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. കയ്യിൽ ചെറിയുള്ളി ഉണ്ടെങ്കിൽ ഒരു 2 ചെറിയുള്ളിയും കൂടി ചേർത്തേക്കണേ. ഇനി ഇതെല്ലാം കൂടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് നന്നായിട്ടൊന്ന് ഒതുക്കിയെടുക്കുക. ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. മിക്സിയുടെ ജാറിലേക്ക് ഇടുമ്പോൾ ആദ്യം തന്നെ പച്ചമുളകൊന്ന് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നീട് ബാക്കിയുള്ള നാളികേരവും നല്ല ജീരകവും മഞ്ഞൾപ്പൊടി എല്ലാം ഇട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം. അപ്പോൾ അതാ നമ്മുടെ അരപ്പ് തയ്യാറായിട്ടുണ്ട്. ഈ ഒരു അരപ്പാണ് നമ്മൾ ഈ ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കണം. വെള്ളം കൂടുതലായിട്ട് ചേർക്കരുത്. ഒരു 1/4 മുതൽ 1/2 കപ്പിന് അടുത്ത് മാത്രം വെള്ളം ചേർക്കുക. നിങ്ങൾക്ക് ഇച്ചിരി കുഴഞ്ഞ ഒരു പരുവത്തിലാണ് ഈ ഒരു അവിയൽ തയ്യാറാക്കി കിട്ടേണ്ടതെങ്കിൽ ഒരു 1/2 കപ്പിന് അടുത്ത് ചേർത്താൽ മതി. 1/2 കപ്പ് നിറയെ ചേർക്കണമെന്നില്ല കേട്ടോ. അതല്ല ഇച്ചിരി വിട്ട് ഇരിക്കുന്ന ഒരു അവിയലാണ് വേണ്ടതെങ്കിൽ 1/4 കപ്പ് വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. കൈവച്ച് തന്നെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ മസാലയൊക്കെ എത്തും. ഇനി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ ഒറ്റ വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അതിനുശേഷം തീ ഓഫാക്കിയിടാം. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് അതിൻ്റെ ആവി പോയാലും ഇല്ലെങ്കിലും നമ്മളത് തുറന്നെടുക്കണം. 5 മിനിറ്റ് മാത്രം അങ്ങനെ അടച്ച് വെച്ചാൽ മതി. ഒറ്റ വിസിൽ വന്ന ശേഷം നമുക്ക് തീ ഓഫാക്കിയിടണം. പിന്നീട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ അത് തുറന്നെടുക്കണം കേട്ടോ. കൂടുതൽ സമയം നമ്മൾ ഇതിങ്ങനെ അടച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചക്കറി പെട്ടെന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ നമ്മൾ ഒരു വിസിൽ കഴിഞ്ഞ് തീ ഓഫാക്കിയിരുന്നു. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തുറന്നെടുക്കുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം അതങ്ങ് വല്ലാതെ അങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല. അപ്പോൾ ഇതിൽ കുറച്ച് വെള്ളം അടിയിലുണ്ട്. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണാനുള്ളൊരു എളുപ്പത്തിനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മാറ്റണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്.
ഈ സമയത്ത് നിങ്ങൾക്ക് വെള്ളം കൂടുതലുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ ഇളക്കാതെ ഹൈ ഫ്ലെയിമിലിട്ട് ഇതുപോലെ കുറച്ച് സമയം വെക്കുകയാണെങ്കിൽ ആ വെള്ളം അങ്ങ് പെട്ടെന്ന് വറ്റി കിട്ടും കേട്ടോ. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് കുഴഞ്ഞു പോകുന്ന പരുവത്തിലാണെങ്കിൽ ബാക്കിയുള്ളത് ഈ ഒരു രീതിയിൽ ചെയ്യാം. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വറ്റിച്ചെടുത്തിട്ടേ ഉള്ളൂ. അതിനുശേഷം നമ്മൾ തൈര് ചേർത്ത് കൊടുക്കുകയാണ്. തൈര് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കൂടുതലായിട്ട് തൈര് ചേർക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം തൈര് ചേർക്കാനായിട്ട് ശ്രദ്ധിക്കുക. അധികം പുളിയില്ലാത്ത തൈരാണ് നമുക്ക് അവിയലിന് നല്ലത്. നമ്മൾ അവിയലൊക്കെ തയ്യാറാക്കുമ്പോൾ ഒരിക്കലും ആ തൈരിൻ്റെ ഒരു പുളി അങ്ങ് കൂടുതലായിട്ട് നിൽക്കരുത് കേട്ടോ. തൈരിൻ്റെ ഒരു ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കരുത്. അതുകൊണ്ട് തന്നെ തൈര് ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മാത്രം അധികം പുളിയില്ലാത്ത തൈര് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഒരു അവിയൽ എത്രത്തോളം ഡ്രൈ ആക്കി എടുക്കണം അതനുസരിച്ചിട്ട് ഇതിലെ വെള്ളം വറ്റിച്ച ശേഷം മാത്രമാണ് നമ്മൾ തൈര് ചേർക്കേണ്ടത്. തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് കുറേ സമയം കുക്ക് ചെയ്യരുത്. ജസ്റ്റ് എല്ലാ ഭാഗവും ഒന്ന് ഇളക്കി കൊടുത്ത് ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും കുറച്ച് വെളിച്ചെണ്ണ, ഒരു 1-1.5 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയും കൂടി, പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നിങ്ങൾ തീ അങ്ങ് ഓഫാക്കിയിടണം. അപ്പോൾ അതാ നമ്മുടെ ഇവിടെ അവിയൽ തയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു അവിയൽ എന്ന് പറഞ്ഞാൽ തീരെ അങ്ങ് ഉടഞ്ഞൊന്നും പോയിട്ടില്ല, അന്ന് അത്യാവശ്യം ഒന്ന് കുഴഞ്ഞ് വന്നിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കുക്കറിൽ ഒറ്റ വിസിലിൽ വേഗത്തിൽ ചെയ്യാൻ പറ്റുന്ന അവിയൽ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഈ റെസിപ്പി എല്ലാവർക്കും വേഗത്തിൽ തന്നെ ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും. എല്ലാവരും ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. ഓക്കെ, അടുത്ത ദിവസം വീണ്ടും നല്ലൊരു റെസിപ്പിയുമായിട്ട് നമുക്ക് വേഗം തന്നെ കാണാം. താങ്ക്